ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ പോവാം. ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരു എളുപ്പ മാർഗ്ഗമുണ്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത് അരിച്ച് മിക്സിയുടെ ജാറിലേക്കിടുന്നു. ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ട് ഒരു കറക്ക് കയറി കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് നനഞ്ഞ് കിട്ടും, കട്ടയും കിട്ടുകയില്ല. അപ്പം അങ്ങനെയാണ് ഗോതമ്പ് പുട്ടുണ്ടാക്കുന്നത്. ഉണ്ടാക്കിയിട്ട് കാണിക്കുക. ഓക്കെ. പിന്നെ പഴവും പുഴുങ്ങി, മുട്ട, ഏത്തപ്പഴം പുഴുങ്ങി. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കിയിട്ട് കാണിക്കാം. ഓക്കെ. ഗോതമ്പ് പൊടി ഞാനങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത്, കണ്ടോ, കട്ട കെട്ടാതെ ഇങ്ങനെ അടിപൊളിയായിട്ട്. പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ കുഴഞ്ഞിരിക്കും. എല്ലാവർക്കും അറിയാമല്ലോ പാകത്തിന് വെള്ളം ഒഴിക്കാൻ. കണ്ടോ. പിന്നെ അത് തേങ്ങായും കൂടെ ചിരണ്ടിയിട്ട് ഇളക്കുവാണെങ്കിൽ നല്ലതാണ്. ഞാനങ്ങനെയല്ല, പുട്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നത്. ഓക്കെ, കണ്ടോ. ഇനി പുട്ട് പുഴുങ്ങാം. ഗോതമ്പ് പുട്ട് ആവിയൊക്കെ വന്നു വെന്തു. നമുക്ക് കുത്തിയെടുക്കാം. ഗോതമ്പ് പുട്ട് ഞാൻ കുത്തിയെടുത്തു. കണ്ടോ, കട്ടയൊന്നും കെട്ടാതെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് നിന്ന് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് അല്ലേ. ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കണ്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും പഞ്ചസാരയെ ഉപയോഗിക്കില്ല. ഈസി ടിപ്പല്ലേ ഇത്. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.